അവസരം കിട്ടിയപ്പോൾ കോൺഗ്രസ് നേതാവിനെ ബി.ജെ.പിയിലേക്ക് എത്തിക്കാൻ നോക്കിയ ബി.ജെ.പി നേതാക്കളൊക്കെ ഇനി തലയിൽ മുണ്ടിട്ടു നടക്കേണ്ടി വരും. അതെ, ബി.ജെ.പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ തള്ളിയിരിക്കുകയാണ് ഹരിയാനയിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവും എം.പിയുമായ കുമാരി സെൽജ. താൻ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേരുമെന്നുള്ളത് തികച്ചും അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. താൻ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തക തന്നെയാണ്. ഹരിയാന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ വിജയത്തിൽ വലിയ ആത്മവിശ്വാസമാണുള്ളത്. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്യും. ബി.ജെ.പിയിൽ ചേരുമെന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അതിനൊരു പ്രസക്തിയുമില്ലെന്നാണ് കുമാരി സെൽജ പറഞ്ഞത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലുള്ള പ്രകടന പത്രിക പുറത്തിറക്കുന്നതുൾപ്പെടെയുള്ള നിർണായക പാർട്ടി പരിപാടികളിൽ നിന്നും സെൽജ വിട്ടുനിന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇതിനിടയിലാണ് ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ സെൽജയെ ബി.ജെ.പിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നത്. ഹരിയാനയുടെ അടുത്ത മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ചോദ്യത്തിന് പാർട്ടിയുടെ ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നാണ് ഹിസാറിൽ നിന്നുള്ള എം.പി പറഞ്ഞത്. അതേസമയം എല്ലാ ഹരിയാന കോൺഗ്രസ് നേതാക്കളോടും ഒരുമിച്ച് പോരാടാനും പ്രചരണം നടത്താനും കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് എം.പിമാരായ രൺദീപ് സിംഗ് സുർജേവാലയ്ക്കും കുമാരി സെൽജയ്ക്കും തുല്യസ്ഥാനം നൽകുമെന്നാണ് വൃത്തങ്ങൾ പറഞ്ഞത്. ഹരിയാന കോൺഗ്രസിനുള്ളിൽ ഭിന്നതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പാർട്ടി നേതൃത്വത്തെ ആക്ഷേപിച്ച് മനോഹർ ലാൽ ഖട്ടർ രംഗത്ത് വരുന്നത്. ദളിത് സമുദായത്തിൽ നിന്നും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ള ഞങ്ങളുടെ ദളിത് സഹോദരി കരുതലും ബഹുമാനവും അർഹിക്കുന്നുവെന്നും ഒരാളെ ഇത്തരത്തിൽ അപമാനിക്കാൻ പാടില്ലെന്നും അവരെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും മുൻ ഹരിയാന മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതേസമയം കോൺഗ്രസ് ദളിത് വിരുദ്ധ പാർട്ടിയാണെന്നും സംസ്ഥാനത്തെ ദളിത് നേതാക്കളായ കുമാരി സെൽജിയെയും അശോക് തൻവാറിനെയും പാർട്ടി നേതൃത്വം അപമാനിച്ചുവെന്നാണ് അമിത്ഷാ തുറന്നടിച്ചത്. അശോക് തൻവാർ ആയാലും കുമാരി സെൽജി ആയാലും ദളിത് നേതാക്കളോട് കോൺഗ്രസ് എല്ലായ്പ്പോഴും അനാദരവ് പ്രകടിപ്പിച്ചിട്ടേയുള്ളൂ. കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നതുവരെ ഡോക്ടർ ബി.ആർ. അംബേദ്കറിന് ഭാരതരത്ന നൽകിയിരുന്നില്ല എന്നാണ് ഷാ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. ഏതായാലും ഷാ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതിലൊന്നും വീഴുന്നവരല്ല ഒരു കോൺഗ്രസ് നേതാക്കളും.